മരിച്ച ഒരാളിൻ്റെ പേരിൽ ഒരു കൊല്ലത്തോളം പെൻഷൻ വിതരണം ചെയ്തു എന്ന് വിവരാവകാശ രേഖ പറയുന്നു. ആരാണ് തുക തട്ടിയെടുത്തെന്ന് വ്യക്തമല്ല. മലപ്പുറം ആലങ്കോട് സ്വദേശി പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പേരിലാണ് ഈ പെൻഷൻ തുക മാറ്റിയെടുത്തത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പരാതി കൊടുത്തു കഴിഞ്ഞു. ആള് മരിക്കുന്നത് 2019 ഡിസംബർ 17 മരിക്കുന്നത്. അതിൻ്റെ 2.5 മാസം മുന്നേ ആൾ ബോധം കെട്ട് കിടന്നതാണ്. അതിൻ്റെ മുന്നെയാണ് കിട്ടിയിട്ടുള്ളൂ, അതിന് ശേഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പെൻഷൻ ഈ ആൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇവിടെ വന്നിട്ട് മസ്റ്ററിങ് കഴിഞ്ഞ് പോയതുമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാനോ എൻ്റെ മക്കളോ ഒപ്പിട്ടിട്ട് ഈ പെൻഷൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് പെൻഷൻ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ആരാണോ എടുത്തിക്കണത്, എവിടെയാണ് പോയിക്കണത് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞു കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി അതൊരു ഭാരമായിട്ട് വരാൻ പാടില്ല. കാരണം ഞങ്ങളത് എടുത്തിട്ടില്ല. മരണപ്പെട്ട വിവരം ഞങ്ങൾ പറഞ്ഞിരിക്കണ്, ഞങ്ങൾ പഞ്ചായത്തിൽ മരിച്ച വിവരം കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എങ്ങനെയാണ് ഈ പെൻഷൻ തട്ടിയെടുത്ത കാര്യം പുറത്തു വന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായപ്പോൾ പ്രദേശത്തെ ഈ പൊതുപ്രവർത്തകർ നൽകിയ വിവരാവകാശ രേഖയിലാണ് ഈ തട്ടിപ്പ് വെളിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2019 ഡിസംബർ 17 ആലങ്കോട് സ്വദേശി പെരിഞ്ചേരിയിൽ ഈ അബ്ദുള്ള മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പെൻഷൻ രൂപ പോലും ഈ കുടുംബം കൈപ്പറ്റിയിരുന്നില്ല. കുടുംബം കൃത്യമായി തന്നെ പഞ്ചായത്തിൽ രേഖാമൂലം ഇദ്ദേഹം മരിച്ചതായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായപ്പോൾ അന്വേഷിക്കുകയും വിവരാവകാശ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിവരാവകാശ രേഖ ലഭിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. 2020 സെപ്റ്റംബർ മാസം വരെ, അതായത് 2019 ഡിസംബർ 17 മരിച്ചയാളുടെ പെൻഷൻ 2020 സെപ്റ്റംബർ മാസം വരെ കുടുംബത്തിന് ലഭിച്ചു എന്നുള്ളതാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. എന്നാൽ 2019 ഒക്ടോബർ മുതൽ ഈ കുടുംബത്തിന് 1 രൂപ പോലും ഈ പെൻഷൻ ഇനത്തിൽ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ കുടുംബത്തിന് ലഭിച്ചു എന്ന പേരിൽ ആരോ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് ആരാണെന്ന് കുടുംബത്തിന് ഒരു നിലക്കും അറിയാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കുടുംബം നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ആരാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ഈ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്ന ഒരു വ്യക്തിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നുള്ളതാണ്. പ്രദേശത്തെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് അന്ന് ഈ പണം വിതരണം ചെയ്തിരുന്നയാൾ. അതായത് ബാങ്ക് മുഖേന ഈ വീടുകളിലേക്ക് പണം എത്തിച്ചിരുന്നയാളെയാണ് ഈ കോൺഗ്രസ് നേതാവ്. ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് തനിക്ക് കൃത്യമായി ആരാണ് പണം കൈപ്പറ്റിയതെന്ന് അറിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ഇപ്പോൾ ഒരു വിവാദം ഉയരുകയാണ്. നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ആരാണ് ഈ 1 വർഷത്തോളമുള്ള ഈ ഒരു പെൻഷൻ തുക തട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.